എൻ്റെ പേര് ജേക്കബ് മാത്യു. ഞാൻ റിന്യൂവബിൾ എനർജി കൂട്ടായ്മയുടെ ഒരു പ്രതിനിധിയായിട്ടാണ് സംസാരിക്കുന്നത്. എനിക്ക് സംസാരിക്കാനുള്ളത് KSB പ്രപ്പോസലിൽ പറഞ്ഞിട്ടുള്ള വീലിംഗ് ചാർജിനെ കുറിച്ചാണ്. നിലവിൽ LT കൺസ്യൂമറിന് വീലിംഗ് ചാർജ് ഇല്ലാത്തതുകൊണ്ട് HT വീലിംഗ് ചാർജ് ആയിട്ടുള്ള 62 പൈസ പെർ യൂണിറ്റിന് ആ ഒരു രീതിയിലാണ് അതിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനാണ് ബില്ല് ചെയ്യുന്നത്. ആ സ്ഥാനത്ത് ₹2.45 പെർ യൂണിറ്റാണ് പുതിയ പ്രപ്പോസലിൽ KSB കൊടുത്തിരിക്കുന്നത്. അത് ഏതാണ്ട് 300 തൊട്ട് 400% വരെയുള്ള വർധനയാണ് ഈ പർട്ടിക്കുലർ വീലിംഗ് ചാർജിന്റെ ഈ ഒരു പ്രപ്പോസലിൽ കൂടി KSB മുന്നോട്ട് വെക്കുന്നത്. ഇത് സാമാന്യ ജനത്തെ നിരാശപ്പെടുത്തുന്നത് മാത്രമല്ല, ഇത് വളരെ അനീതി കൂടിയാണ്. ഇതിനെ സംബന്ധിച്ച് 6 പോയിന്റുകൾ പറയാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന്, KSBയുടെ വീലിംഗ് ചാർജിന് അവർ കൊടുത്തിട്ടുള്ള കണക്ക് സുതാര്യമാണ്. വീലിംഗ് ചാർജ് കണക്കാക്കുമ്പോൾ റവന്യൂവിൽ നിന്ന് താഴെ പറയുന്ന കാര്യങ്ങൾ അവർ കുറയ്ക്കണം. ഒന്ന്, വൈദ്യുതി വാങ്ങുന്നതിന്റെ നിശ്ചിതവ്. 2, ഉപഭോക്താക്കളുടെ ഡിപ്പോസിറ്റ് കൊടുക്കുന്ന പലിശ. 3, പ്രസരണ നഷ്ടം. 4, ഡിസ്പാച്ച് സെന്ററിന്റെ ചാർജസ്. 5, O&M ചാർജസ്. ഇത്രയും കാര്യങ്ങൾ കുറച്ചതിന് ശേഷമുള്ള ബാലൻസ് തുകയ്ക്കാണ് ശരിക്കും പറഞ്ഞാൽ വീലിംഗ് ചാർജ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. പക്ഷേ ഇത്തരത്തിലുള്ള യാതൊരു വിധമായിട്ടുള്ള കണക്കുകളും നമ്മൾ പ്രപ്പോസലിൽ കൊടുത്തിട്ടില്ലെന്ന് മാത്രമല്ല, ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്കൊന്നും മനസ്സിലായില്ല. വെറും ഒരു സിംഗിൾ പേജ് ടേബിളാണ് KSB കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ ഒരു സുതാര്യത ഇല്ല എന്ന് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ രാജസ്ഥാൻ ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷന്റെ ടാരിഫ് ഓർഡർ എടുത്ത് വായിച്ചു നോക്കിയാൽ 48 പേജാണ് ഈ വീലിംഗ് ചാർജിന് വേണ്ടി മാത്രം അവർ ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ പർട്ടിക്കുലർ പ്രപ്പോസലിൽ ഒട്ടും സുതാര്യത ഇല്ല എന്ന് പറയുവാൻ ഞാൻ താല്പര്യപ്പെടുന്നു. രണ്ടാമത്തെ പോയിന്റ് ഞാൻ പറയാൻ താല്പര്യപ്പെടുന്നത്, ഈ വീലിംഗ് ചാർജ് വർധന ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത് സോളാർ പ്രൊസ്യൂമേഴ്സിനെയാണ്. ഇന്നലെ വരെ കൊടുത്തിരുന്ന 62 പൈസയിൽ നിന്ന് ഒരു ട്രാൻസ്ഫോമർ പരിധിക്കകത്ത് ഏതാണ്ട് 300%, ഒരു ട്രാൻസ്ഫോമർ പരിധിക്ക് പുറത്താണെങ്കിൽ 400% വർധന ഈ പ്രൊസ്യൂമേഴ്സ് കൊടുക്കേണ്ടി വരുന്നുണ്ട്. ഈ വർധന നിലവിലുള്ള വീലിംഗ് പ്രൊസ്യൂമേഴ്സിനെയും നാളെ ഒന്നിലധികം കൺസ്യൂമർ പോയിന്റുള്ള എല്ലാ പ്രൊസ്യൂമേഴ്സിനെയും നിരുത്സാഹപ്പെടുത്തുന്നുണ്ട്. അടുത്ത പോയിന്റ് എനിക്ക് പറയാനുള്ളത്, ഇന്ത്യയുടെ റിന്യൂവബിൾ എനർജി മേഖലയിൽ മുൻപന്തിയിൽ നിൽക്കുന്ന സംസ്ഥാനങ്ങളുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ കേരളം വളരെ വളരെ പുറകിലാണ്. 21,000 മെഗാവാട്ട് ഇൻസ്റ്റാൾ കപ്പാസിറ്റി ഉള്ള രാജ്യത്ത് സംസാരിക്കുന്നത് കേട്ടിട്ട് സാമാന്യം നല്ല അറിവുള്ള ആളാണ്. അപ്പോൾ ഈ ഇന്ത്യയുടെ സോളാർ ജനറേഷനിൽ കേരളത്തിന്റെ സ്ഥാനം എത്രയാണ് അങ്ങയുടെ അറിവിൽ? ഏറ്റവും പുറകാണെന്ന് എന്റെ വിശ്വാസം. 3ാം സ്ഥാനത്ത്. നമ്മൾ അറിയാൻ ആധികാരികമായിട്ട് പറയരുത് ഒരു വാക്ക് പറയാനാണ്. ഇന്ത്യയിൽ ഇന്ന് സോളാർ ജനറേഷൻ, പ്രത്യേകിച്ച് റൂഫ്ടോപ്പ് സോളാറില് കേരളം ഇന്ത്യയിലെ 3ാം സ്ഥാനത്താണ്. നിങ്ങൾക്ക് സംസാരിക്കുന്ന സമയത്ത് പറയാം വിദേഹത്തിന്റെ തെറ്റ് പറഞ്ഞുകൊണ്ടാണ്. തുടരുന്നു. 21,000 മെഗാവാട്ട് സോളാർ കപ്പാസിറ്റി ഗുജറാത്തിനുണ്ട്. അവർ 23,000 കപ്പാസിറ്റി പദ്ധതികൾ അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നു. 10,000 മെഗാവാട്ട് കപ്പാസിറ്റി ഗുജറാത്തിനുണ്ട്. 27,000 മെഗാവാട്ട് കപ്പാസിറ്റി ആണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. തമിഴ്നാട്, കർണാടക, തെലങ്കാന, ആന്ധ്രാപ്രദേശ്, മഹാരാഷ്ട്ര സംസ്ഥാനങ്ങൾക്ക് 5,000-നും 10,000-നും ഇടയ്ക്ക് മെഗാവാട്ട് കപ്പാസിറ്റി. കാരണം കേന്ദ്ര ഗവൺമെന്റ് പവർ മിനിസ്ട്രി പബ്ലിഷ് ചെയ്ത ഓതന്റിക് കണക്കുകൾ ഈ സാമ്പത്തിക വർഷത്തിന്റെ അവസാനത്തുണ്ട്. അതുകൊണ്ട് തെറ്റായ വാർത്തകൾ വായിക്കും. നമുക്ക് നിങ്ങളുടെ 4ാമത്തെ പോയിന്റ് പറയാം. 4ാമത്തെ പോയിന്റ് 6 പോയിന്റ് പറഞ്ഞുകൊണ്ടാണ് ഞാൻ പൊതുവെ സോളാർ പ്രൊസ്യൂമേഴ്സിനുള്ള ആ ഒരു ഡിസ്കറേജ്മെന്റ് ആണ് കേരളത്തിലുള്ളത്. പറഞ്ഞു കഴിഞ്ഞു. 3 പേരത് പറഞ്ഞു കഴിഞ്ഞു. ഞാനിവിടെ നോട്ട് ചെയ്തിട്ടുണ്ട്. ആവർത്തിക്കണ്ട പുതിയ പോയിന്റ്. അപ്പോൾ എഴുതി തരാം, നിങ്ങൾക്കുള്ള പോയിന്റുകൾ എഴുതി തരാം. പക്ഷേ രാജ്യം 5 ലക്ഷം മെഗാവാട്ട് ടാർഗറ്റ് 2030-ലും കേരളത്തിന്റെ ടാർഗറ്റ് സാറ് പറഞ്ഞ പോലെ എന്തോ ടാർഗറ്റ് ഉണ്ട്. ഈ ടാർഗറ്റുകൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഞാൻ അപ്ഡേറ്റ് ചെയ്തോളാം. ആ ഡോക്യുമെന്റ് പ്രകാരമുള്ള ടാർഗറ്റ് അച്ചീവ് ചെയ്യുന്നതിനുള്ള യാതൊരു വിധമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടും KSB അവരുടെ പ്രപ്പോസലിൽ തന്നിട്ടില്ല. അത് മാത്രമല്ല, വരുന്ന 6 വർഷത്തേക്കുള്ള ബാറ്ററി സ്റ്റോറേജിന്റെ ടാർഗറ്റും കേരളത്തിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ആ ബാറ്ററി സ്റ്റോറേജിന്റെ ടാർഗറ്റും നമ്മുടെ ഈ KSBയുടെ പ്രപ്പോസലിൽ തന്നിട്ടില്ല. ഇത് കാരണം 5ാമത്തെ പോയിന്റ്, കേരളത്തിന്റെ ഈ ഒരു റിന്യൂവബിൾ എനർജി ടാർഗറ്റ്, അതിന്റെ ഒരു മൈൽ സ്റ്റോണും അതിന്റെ ഒരു റോഡ് മാപ്പും, ബാറ്ററി സ്റ്റോറേജിന്റെ ഒരു മൈൽ സ്റ്റോണും അതിന്റെ ഒരു റോഡ് മാപ്പും, അതോടുകൂടി ഈ മാത്രമേ KSBയുടെ ഈ ടാരിഫ് പ്രപ്പോസലുകൾ സ്വീകരിക്കാൻ പാടുള്ളൂ. അത് കാരണം അതാണ് എന്റെ ഒരു പോയിന്റ്. അപ്പോൾ LT വീലിംഗ് ചാർജ് പൂർണ്ണമായിട്ടും പിൻവലിക്കുക. ഈ തന്നിരിക്കുന്ന പ്രപ്പോസൽ തിരികെ കൊടുത്തിട്ട് ഈ ഒരു കേരളത്തിന്റെ ഈ റിന്യൂവബിൾ എനർജി ടാർഗറ്റും ബാറ്ററി സ്റ്റോറേജ് ടാർഗറ്റും വെച്ച് തിരികെ തരണമെന്ന് ആവശ്യപ്പെടണമെന്നാണ് എന്റെ താല്പര്യം.